അറിയോ. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. എങ്ങനെയാണ് നമ്മളെ ഗുണങ്ങൾ നയിക്കുന്നതും അതിലൂടെ നമ്മൾ ശാന്തിയിലേക്കും അശാന്തിയിലേക്കും എത്തിച്ചേരുന്നത്? മഹാഭാരതം അല്ലെങ്കിൽ ഭാരതീയ വേദാന്ത ശാസ്ത്രം പറയുന്നത്, നമ്മൾ ഈ ചിന്മയാനന്ദ സ്വാമിജി ഗീത വ്യാഖ്യാനം ചെയ്യുന്നതിൻ്റെ ആമുഖമായിട്ട് എന്നും സ്വാമിജിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയും ഓർക്കുകയും ചെയ്യുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ സ്വാമിജിയുടെ ജയന്തിയായിരുന്നു. അങ്ങനെ ജയന്തി എന്നുള്ള വർത്തമാനം പറഞ്ഞിട്ടില്ല. അത് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ജയന്തി ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു ദിവസത്തിലെ ശങ്കര ജയന്തി, ചിന്മയ ജയന്തി, ഇങ്ങനെ നമ്മൾ എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ പ്രത്യേക ദിവസങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്ക് അതാണ്, ആ ദിവസത്തിനാണ് പ്രാധാന്യം. നമുക്ക് എല്ലാ ദിവസവും പ്രാധാന്യം. സ്വാമിജിയെ സ്മരിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ചിന്മയാനന്ദ സ്വാമികളും കാശികാനന്ദഗിരി സ്വാമികളും വിവേകാനന്ദ സ്വാമികളും തപോവൻ സ്വാമികളും ഒക്കെ ഗുരുക്കന്മാരൊക്കെ. അപ്പോൾ ഇരിക്കട്ടെ, സ്വാമിജി പറയുന്ന കഥ എന്താണ്? ആ കഥ, വികൃതിയായ കുട്ടിയെ അച്ഛനൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് തൽക്കാലത്തേക്ക്. എന്താ അച്ഛൻ ചെയ്തത്? ലോകത്തിൻ്റെ ഭൂപടം എടുത്ത് തലങ്ങും വിലങ്ങും കട്ട് ചെയ്ത് അതിനെ ഷഫിൾ ചെയ്ത് അവന് കൊടുത്തു, ഒരു കത്രികയും സെല്ലോ ടൈപ്പ്. കുറേ സമയം അവൻ അതിൽ ചിലവഴിക്കുമല്ലോ എന്ന് കരുതിയിട്ടു. പക്ഷേ മിനിറ്റുകളെ കൊണ്ട് അവൻ എന്ത് ചെയ്തു? എല്ലാം ലോകത്തെ പഴയ പോലെയാക്കി അച്ഛൻ്റെ മുന്നിൽ കൊടുത്തു. അച്ഛൻ അത്ഭുതപ്പെട്ടു. ഇവൻ ഇത്രയും ലോകപരിജ്ഞാനമോ? ഓരോ രാജ്യങ്ങളുടെ അതിർത്തി കൃത്യമായിട്ട്, ആർട്ടിക്കും അന്റാർട്ടിക്കും എല്ലാം, നമ്മുടെ കൊച്ചു ശ്രീലങ്ക പോലും, മാൽഡീവ്സ്, ശ്രീലങ്ക, ഇതൊക്കെ അവൻ കൃത്യമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താ ഇതിൻ്റെ രഹസ്യം? നിനക്ക് ഇത്രയും ജ്ഞാനം? അപ്പോൾ അവനെന്താ പറയുന്നത്? അച്ഛാ, ഇത് സിമ്പിളാണ്. അപ്പോൾ അവൻ്റെ ആ ലോകത്തിൻ്റെ ഭൂപടത്തിൻ്റെ പുറകുവശം കാണിച്ചു കൊടുത്തു. അച്ഛൻ ഇതൊരു മാഗസിൻ്റെ സെൻറ്റർ പേജിൽ നിന്നാണ് എടുത്തത്. പുറകുവശത്ത് നോക്കുമ്പോൾ ആരാണ്? അമിതാഭ് ബച്ചൻ്റെ ഒരു പടമാണ്. അമിതാഭ് ബച്ചൻ്റെ താടി, ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു മഫത്ലാലിൻ്റെ ഇതിൻ്റെ ഒരു പരസ്യം. മൂപ്പര് ലോകമല്ല നേരെയാക്കിയത്. മൂപ്പര് നേരെയാക്കിയത് അമിതാഭ് ബച്ചനെ നേരെയാക്കാൻ എളുപ്പമായിരുന്നു അവന്. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ രൂപം നേരെയായതോടുകൂടി മറുപുറം നേരെയായി. സ്വാമിജി നമ്മളോട് പറയുന്ന ഇതാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അതാണ് വേൾഡിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിത്വ ശൈഥില്യം, അത് നമ്മുടെ വീട്ടിലുണ്ടായ കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടാവും. ഇതാണ് പടർന്ന് പന്തലിച്ച് രാജ്യാതിർത്തികളിലേക്കും എല്ലാം പോകുന്നത്, വേറെ ഒന്നുമല്ല. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഈ പറഞ്ഞതുപോലെ തലയും വാലും ഇല്ലാത്തവരാണെങ്കിൽ അതാണ് നമ്മളെ നയിക്കുന്നത്. അതിൻ്റെ ഇരകളാകാൻ ബാക്കിയുള്ളവരൊക്കെ വിധിക്കപ്പെടും. അപ്പോൾ ലോകത്തിൻ്റെ മറുപുറം നമ്മളാണ്, നമ്മളിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇന്നലെ നമ്മളോട് ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, സ്വാമിജിയുടെ ക്ലാസ് കേട്ടു, വളരെ സന്തോഷം, വളരെ നല്ല ഒരു ആശയവും കാര്യമൊക്കെയാണ് സ്വാമി മുന്നോട്ട് വെച്ചത്, ഞാനതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്നൊരു മൂപ്പര് ചോദിക്കുകയാണ്, അല്ല ഇത് പാകിസ്ഥാൻകാർക്ക് മനസ്സിലാവുമെന്ന്. നോക്കൂ, നമ്മളിത് പാകിസ്ഥാൻകാരനെയാണോ മനസ്സിലാക്കേണ്ടത്? നമ്മളിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതുതന്നെ അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞത്. നമ്മളാണ് ഇത് മനസ്സിലാക്കേണ്ടത് ആദ്യം. ക്രമേണ ഇതിനൊരു തുടക്കം കുറിക്കാം. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പോകണം അത്. നോക്കൂ, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്നറിയോ?
നമ്മൾ നമ്മുടെ കുട്ടികളെ വല്ലാതെ മർദ്ദനോപാധികളൊക്കെ ചെയ്യും. നമ്മുടെ കുട്ടികളെ കിട്ടിയതെടുത്ത് തല്ലുക, ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്യുന്നതാണ്. പറയുന്നത് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ ഭാര്യയ്ക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും അടി. ഇയാൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഇതേ കുട്ടിയെ അയൽക്കാരൻ വഴക്ക് പറഞ്ഞാൽ എന്താവും? ഭയങ്കര പ്രശ്നമാവും. അയൽക്കാരനൊന്നും തല്ലിയാലോ? ഇത്രയൊന്നും തല്ലലില്ല. അപ്പം എനിക്ക് എൻ്റെ കുട്ടിയെ തല്ലാൻ കൊല്ലാം, നീ ആരടാ തല്ലാൻ എന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഈ അതിർത്തി കടന്ന ഒരാൾ ഇവിടെ ഒരാളെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇതാണ് അതിൻ്റെ ഒരു വ്യാപ്തിയുണ്ട്. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇന്ത്യക്കാരെ കൊല്ലുന്നു. വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ വഴിയിൽ ഒരാളും ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പീഡയൊരു ഉറുമ്പിനും വരുത്തരുത്. അതാണ് നമ്മുടെ ആത്മീയ വഴി. അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരാളുടെയും നാശം നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത്. ആരുടെയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ ഒഴികെ ബാക്കി സകല ലോകവും എന്നല്ല. ലോകത്തിൽ പെടും, പാകിസ്ഥാനും പെടും. അപ്പം അത് അവർക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ, പണ്ട് മുല്ലയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മുല്ല നസറുദ്ദീൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്തു. ഒരു ഫലവും ഇല്ല എന്ന് പറഞ്ഞു. മുല്ല 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് വീണ്ടും വന്നു. ഡോക്ടർ ചോദിച്ചു, എന്തു പറ്റി? ഇത് പ്രവർത്തിക്കുക എന്താ? ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാരണം തെരുവിൽ നായ്ക്കൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും, കുരയും കടിയും ഒക്കെ ആയിട്ടാണ്. മൂപ്പരുടെ വീട്ടിൻ്റെ അവിടെ തന്നെയാണ്. അതാണ് മൂപ്പരുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്. അതിനാണ് ഡോക്ടർ മരുന്ന് കൊടുത്തത്. ഇത് കഴിച്ചിട്ട് കിടന്നോളൂ, ഒന്നും അറിയില്ല. പക്ഷേ മുല്ല വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റിയിരുന്നു? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുല്ല പറഞ്ഞു, ഒറ്റ നായയും ഇത് കഴിക്കുന്നില്ല എന്ന് പറയും. മൂപ്പര് ഈ കൂടുതൽ മേടിച്ചിട്ട് ഓരോന്നിനും ഇട്ട് കൊടുത്ത് നോക്കി, ഇത് കിടന്ന് ഉറങ്ങുമെന്ന്. എന്നതുപോലെ അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഈ വിദ്വേഷം ഉണ്ടോ? എത്രയേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ വിദ്വേഷം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അകറ്റിയേക്കണം. അതിൻ്റെ വഴി ഇതിവിടെ പറയുക. അപ്പോൾ പറയുന്നത്, സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ, അസ്മിൻ ദേഹേ സർവദ്വാരേഷു പ്രകാശ ജ്ഞാനം യഥാ ഉപജായതേ തഥാ സത്വം വിവൃദ്ധം വിദ്യാത്. അപ്പം ഈ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളിലും പ്രകാശമയമായ ജ്ഞാനം എപ്രകാരം ഉദിക്കുന്നുവോ ആ സമയത്ത് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞാലും. നോക്കൂ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഗീത പറയുന്നത്. അമ്മമാർക്ക്, സ്ത്രീകൾക്ക്, അമ്മയാണെങ്കിലോ അല്ലെങ്കിലോ ഒക്കെ, അവർക്കിതിലെ ചില കഴിവുകൾ ഒരുപാടുണ്ട്. അവർക്ക് കുറച്ച് കൂടുതലാണ് പ്രകൃതി കൊടുത്തത്. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ മുഖത്ത് നോക്കി പറയും. ദേഷ്യത്തിലാണോ ഇരിക്കുന്നത്, സങ്കടത്തിലാണോ ഇരിക്കുന്നത്, സന്തോഷത്തിലാണോ ഇരിക്കുന്നത്, വേവലാതിയിലാണോ ഇരിക്കുന്നത്, ഇതൊക്കെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ? ഇവിടെ ഗീത പറയുന്നു, ഇന്ദ്രിയദ്വാരങ്ങളിൽ ഇത് പ്രകടമാകുന്നു. അപ്പം അത് വായിക്കാൻ, അത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നുള്ള. ചിലരൊക്കെ വന്ന് മുന്നിൽ ഇരിക്കുമ്പം തന്നെ ഉടനെ ചിലർ വെള്ളം കൊടുക്കും. അപ്പോൾ തന്നെ അവർ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഭയങ്കര അപ്പോൾ ചോദിക്കും അവർ, എങ്ങനെ മനസ്സിലായി എനിക്ക് വെള്ളം വേണമെന്ന്? അങ്ങനെയൊന്നുമില്ല. അതല്ല, ഞാൻ
എനിക്കൊരാളെ കണ്ടാലറിയാം അയാൾക്ക് എന്തു വേണം. അപ്പം ഇതാണ്. അപ്പം ഇത് ഈ അമ്മമാരുടെ കാര്യം പറയാൻ അവർക്കറിയാം. അവർ പെട്ടെന്ന് മനസ്സിലാക്കും. അവർക്ക് ഈ കഴിവ് കൂടുതലാണ്. അപ്പം നമ്മുടെ കണ്ണുകളിൽ ആ സത്വഗുണം ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ പകയുടെയും ചിലരൊക്കെ ഉണ്ട്, അവരുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ എന്താ, അപ്പം തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമല്ലോ, എന്താ നോക്കി പേടിപ്പിക്കുന്നത്, എന്താ. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ണിലൂടെ എല്ലായിടത്തുനിന്നും ഇല്ലേ, ശരിയല്ലേ. അപ്പോൾ നമുക്കത് മറ്റേത് എന്താന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുക, നടക്കുക, എന്തെങ്കിലും നിങ്ങൾ ഓപ്പോസിറ്റ് കാണുന്ന സമയത്ത് വെളുക്ക ചിരിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖത്ത് ഒരു ഹായ് എന്നുള്ളത് അപ്പുറത്തേക്ക് ഉണ്ടാവും. അതൊക്കെ എന്താണ്, ഈ സത്വത്തിൻ്റെയാണ്. ഈ രജസ്സായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വേറെ ഒരു ചിന്തയിലാണ്. ഇതാണ് നമ്മുടെ എല്ലാറ്റിലും, എല്ലാ വ്യാപാരങ്ങളിലും ഇതുണ്ടാവുന്നുണ്ട്. തുടർന്ന് പറഞ്ഞത് ലോഭപ്രവൃത്തി ആരംഭ കർമ്മണാം അശമസ്പൃഹ രജസ് ഏതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ 12ാമത്തെ ശ്ലോകത്തിൽ. രജസി വിവൃദ്ധേ, രജസ് ഈ ഇന്ദ്രിയദ്വാരങ്ങളിലെല്ലാം നിൽക്കുന്ന സമയത്തോ ലോഭ, എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറയും. ചിലർ ചോദിക്കും, നമ്മൾ കണ്ട ഒരുപാട് സിനിമകളുണ്ട്. സിനിമയിലെ ഒരാളെ തിരുത്തുന്നതാണ്, അതൊരു അമ്മയാണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. പാച്ചുവും അത്ഭുത വിളക്കും, അങ്ങനെ എന്തോ പറയും. അതെ, പാച്ചുവും അത്ഭുത വിളക്കും. ഈ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഭയങ്കര നല്ല സിനിമയാണ്, കാണണം. നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മുടെ പ്രൈം വീഡിയോയിൽ എന്തോ ഉണ്ട്. അതിൽ നമ്മൾ പറയുന്ന വിനീത് എന്ന് പറയുന്ന നടൻ ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ്. അപ്പോൾ ഈ ശരിക്കും സംവിധായകരുടെ ഒരു കഴിവാണ് ഒരു ആക്ടറെ കൊണ്ട് അവരെ ഒരു കഥാപാത്രമാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വിനീതിന് കൊടുത്തിരിക്കുന്ന റോള് ഭയങ്കര ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള, ഹൈപ്പറായിട്ട് ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരു കോടീശ്വരനാണ്, മകനാണ്. ഭയങ്കര ദേഷ്യക്കാരനും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അമ്മയൊക്കെ തന്നെ വിറപ്പിക്കും, എന്നാ സ്നേഹമുണ്ട്. അപ്പം ഇവനെ അമ്മ നേരെയാക്കുന്ന ഒരു സീനുണ്ട്. ഒരു സമയം ഈ അടുത്ത് നീ വാ ഇവിടെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അവനോട് ചോദിക്കുന്നത്, അവനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശുണ്ടാക്കുന്ന തിരക്കിൻ്റെ മൂപ്പര് അതിൻ്റെ ആളാണ്, ആശാനാണ്. ഇവരാണ് ഈ ദാനം ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരെ ആളെ ഇതാക്കാൻ. നിങ്ങൾക്ക് കഥ കണ്ടവർക്ക് അറിയാം. പക്ഷെ നമ്മൾ ആ പെർട്ടിക്കുലർ സീനാണ് പറയുന്നത്. അതിലൊരുപാട് നല്ല നല്ല രസമുള്ള സീനുകളുണ്ട്. നമുക്കതിൽ ഏറ്റവും ഇഷ്ടമായ സീൻ, ഈ ഒരു സ്ത്രീ ഈ പെപ്പർ സ്പ്രേ സ്വന്തം നിലയിൽ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ജോലിക്കാർ പറയും വേണ്ടേ എന്നൊക്കെ പറയും. അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്തിട്ട് അവരതിൻ്റെ പുകച്ചിലിൻ്റെ അതിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫഹദ് ഫാസിൽ അവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവർ ഈ പുകച്ചിലിങ്ങനെ നേറിയിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് കണ്ണെന്ന് ഒക്കെ ആയിട്ടുള്ള അപ്പോൾ വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞിരിക്കുന്ന ഒരു ഫേസാണ് കാണുന്നത്. അപ്പോൾ അവരിങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. നേരെ മുന്നിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ മരിച്ചുപോയ അവരുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ നേരെ മുകളിൽ അപ്പോൾ ഇവർ കഴുത്തിങ്ങനെ ഇതാക്കിയിട്ടാണ്. ഈ ഫഹദ് ഫാസിലിൻ്റെ ഒരു ഗംഭീര ഫേസ് എക്സ്പ്രഷൻ ഉണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ. അയാൾ നേരെ നോക്കുമ്പോൾ ആ ഫോട്ടോ ആണ് കാണുന്നത്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഇയാൾ ഒരു മരണ വീട്ടിൽ ചെന്ന പോലെ ഇരിക്കുന്നുണ്ട്. അയാൾ ഒരു അസാമാന്യ നടനാണല്ലോ. അപ്പം പറഞ്ഞു വന്നത് അതൊക്കെ അതിലേറ്റവും നല്ല രസമുള്ള ഒരു ഇതാണ്. അതുപോലെ ഇവൻ ഹംസധ്വനി എന്ന് പേരായിട്ടുള്ള പെൺകുട്ടിയെ ഹംസ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കറക്റ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ
ഈ അമ്മ, പ്രായമുള്ള അമ്മ, ഈ വിനീത് മകനെ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്കിപ്പോൾ എത്ര ആസ്തിയുണ്ട് എന്നറിയോ? എനിക്കറിയാം, ഒരു 20 കോടിയുടെ മുകളിലില്ലേ. നീ എന്തിനാ ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഓടുന്നത്? അവനെ ഇങ്ങനെ അവനെ ഏതൊക്കെയോ ഇതിൽ നിന്ന് അവനെ അങ്ങനെ തന്നെ ഈ അമ്മ താഴ്ത്തുന്നുണ്ട്. അത് നമ്മളെ ഇതേപോലെ ഇതൊരു വല്ലാത്തൊരു ഇതാണ്. നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും അത്ഭുതപ്പെടാറില്ലേ? പലരും പലതും ഇട്ടെറിഞ്ഞ് പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്നൊക്കെ. ഇതാണ് ആ ത്വര പൂർണ്ണമായിട്ട് അങ്ങോട്ട് അടഞ്ഞു പോകും. ഒരുപാട് കാശുണ്ടാക്കണം. എന്തിനാണ് ഹേ മൂടാ, എന്താ നിനക്കിങ്ങനെ ധനാഗമ തൃഷ്ണാം ജഹീഹി, ഈ കാശുണ്ടാക്കണം എന്നുള്ള ഈ തൃഷ്ണയുണ്ടല്ലോ, ജഹീഹി, അതിനെ ഉപേക്ഷിക്കൂ. അപ്പം അത് സ്വയമേവ ബോധ്യപ്പെടണം. വെറും അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമല്ല. ഇതിൽ ഇവരെ അങ്ങനെ പറയുമ്പോൾ പിന്നെ അവൻ ആകെ തിരിയുന്നതാണ്. അവനെ തിരിക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കും. വളരെ നല്ല രീതിയിൽ അവർ ഉപദേശം കൊടുക്കുന്നു, കുറച്ച് ഉപദേശം. അപ്പം പിന്നെ അവൻ്റെ കണ്ണുകളിലൂടെ എന്താ പറയുക, സ്നേഹവും ഒക്കെ വന്ന് അവരെ ഹഗ് ചെയ്യലും ഒക്കെയാണ്. ഒരു ചെറിയൊരു സീന് പറയുക. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണേണ്ട ഒരു സിനിമയാണ്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്താണ് രജസി വിവൃദ്ധേ? നോക്കൂ, എന്തിനാണ് ഈ സിനിമാ കഥകൾ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതമാണല്ലോ ഈ സിനിമകളിലൂടെയൊക്കെ ഇങ്ങനെ അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ആത്മീയതയെ, അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂജാമുറിയിലോ കോണിച്ചുവട്ടിലെ റാക്കിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുക എന്നുള്ളതല്ല. എവിടെയൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നു, നമ്മളിതിൻ്റെ സ്വാധീനത്തിൽ, നമ്മുടെ നന്മകളിൽ എങ്ങനെയാണ് ഇതായിരുന്നു അതെന്ന് നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ തിന്മകളിൽ ഇതായിരുന്നു എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത് എന്നറിയുക. അതിനാണ് ഈ പറയുന്നത്. ഈ ചില ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും സിനിമകളും ഒക്കെ അതിൻ്റെ സന്ദർഭത്തെ പറയുന്നത് അതിനാണ്. നമ്മളെപ്പോഴും നോക്കുന്നതും അതാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുക അതാണ്, ഈ വാല്യൂസാണ്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം രജസി വിവൃദ്ധേ ലോഭ പ്രവൃത്തി കർമ്മണാം ആരംഭ അശമസ്പൃഹ ഏതാനി ജായന്തേ. അശമസ്പൃഹ, ശമ എന്ന് പറഞ്ഞാൽ തന്നെ മനോനിഗ്രഹ. അശമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടക്കമില്ലായ്മ. എന്നിട്ടോ സ്പൃഹ, ആഗ്രഹങ്ങൾ, കിട്ടിയതിനെയൊക്കെ വീണ്ടും വീണ്ടും അതിനെ മോടി പിടിപ്പിച്ച് എണ്ണത്തിൽ കൂട്ടി വയ്ക്കാനുള്ള താല്പര്യങ്ങൾ ഇതുണ്ടാകും. അപ്പം ഒരാളുടെ ഫേസിൽ ഒരാളെ കണ്ടാൽ അറിയാം ഇയാൾ എങ്ങനെയാണ്, ദുരാഗ്രഹിയാണോ ശാന്തനാണോ. അതുകൊണ്ടാണ് ഈ 3 ഗുണങ്ങളും നമ്മുടെ പ്രകൃതിയിലെ ജീവജാലങ്ങളിലെല്ലാം ഇതുണ്ടെന്നാണ്. സത്വഗുണപ്രധാനികളായിട്ടുള്ള, രജോ ഗുണപ്രധാനികളായി, തമോ ഗുണപ്രധാനികളായിട്ട് പല ജീവജാലങ്ങളും ആ ഒരു പ്രകൃതത്തിലാണത്. ഇപ്പം പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്തു നോക്കൂ. ഒരു 10 പശുക്കൾക്ക് ഒരുമിച്ച് ഇത് 10 എണ്ണവും തമ്മിൽ ഇടി കൂടിയിട്ട് പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഇടിയൊന്നും കൂടില്ല. എന്നാൽ 10 നായ്ക്കൾക്ക് ഇതേപോലെ ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര പ്രശ്നമായിരിക്കും അവിടെ. നായ്ക്കൾ മോശമെന്നല്ല, അവരുടേതായിട്ടുള്ള ഗുണത്തിനനുസരിച്ച് അവരത് കാണിക്കും. പലതും അങ്ങനെയാണ്. ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഇതുണ്ട്, ഈ ഗുണങ്ങളുണ്ട്. തുടർന്ന് തമോ ഗുണത്തെ പറയാം. അതിൽ നിന്നാണ് ഈ
യുദ്ധം മുതലായിട്ടുള്ളത് ഉണ്ടാവുന്നത്. ഗീത പറയുന്ന ഗീതയുടെ യുദ്ധം, ഗീത അവതരിപ്പിക്കുന്ന യുദ്ധം ഇവിടെയാണ്. 13ാമത്തെ ശ്ലോകത്തിൽ അപ്രകാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. ഹേ കുരുനന്ദന, അല്ലയോ കൗരവ വംശത്തിൻ്റെ, അതിനെ ആ വംശത്തിന് തിലകക്കുറിയായിട്ടുള്ള, അതിനെ സന്തോഷിപ്പിക്കാൻ പോകുന്ന ശ്രദ്ധേയനായിട്ടുള്ള അല്ലയോ അർജുന. തമസി വിവൃദ്ധേ, തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാലോ അപ്രകാശ, അപ്രകാശം എന്ന് പറഞ്ഞാൽ വിവേകം നഷ്ടപ്പെട്ട അവസ്ഥ, ഒന്നും പ്രകാശിക്കില്ല. ഇപ്പം ബൾബ് കത്തി എന്നൊക്കെ പറയില്ലേ, കിളി പോയി എന്ന് പറയാം. ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവൻ ട്യൂബ് ലൈറ്റാന്നൊക്കെ പറയില്ല, അങ്ങനെ കത്താൻ സമയമെടുക്കും. തമസി വിവൃദ്ധേ, തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അപ്രകാശ, അതുകൊണ്ട് തന്നെ അപ്രവൃത്തി, ഒരു പ്രവൃത്തിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പ്രമാദ മോഹ ഏതാനി ജായന്തേ, പ്രമാദം, ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളിൽ ജാഗ്രത ഇല്ലായ്മ. മോഹം, വിപരീത ജ്ഞാനം, അതാണ് ഈ യുദ്ധത്തിനൊക്കെ കാരണമാകുന്നത്. വിപരീത ജ്ഞാനമാണ് സർവനാശങ്ങൾക്കും. അപ്പം ഗീത യുദ്ധത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഗീത പറയുന്ന യുദ്ധം ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല, മറിച്ച് മനുഷ്യ മനസ്സിലാണ്. മനുഷ്യ മനസ്സിലാണ് കുരുക്ഷേത്രം. അതിനെ എന്താക്കി വെക്കണം? ധർമ്മക്ഷേത്രമാക്കി വെക്കണം. അത് അവിടെ എന്തു സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഈ ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് ഇന്ത്യ പാക്കിൻ്റെ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഭഗവത്ഗീതയിലെ 1ാമത്തെ ശ്ലോകത്തിന് പ്രസക്തിയേറുന്നു. ഗീത പറയുന്ന യുദ്ധം എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ ആളുകളും. നമ്മളിപ്പോൾ എണ്ണാണ് ഈ ശ്ലോകം, നമ്മൾ ചോദിക്കുകയാണ് ഇന്ത്യൻ മിലിറ്ററി എന്തു ചെയ്തു, പാകിസ്ഥാൻ മിലിറ്ററി എന്തു ചെയ്തു? അതാണ് ചോദ്യം. ആരുടെ ചോദ്യം? കണ്ണുപൊട്ടൻ്റെ. ഇന്ത്യൻ മിലിറ്ററി എത്ര ആളെ കൊന്നു, പാകിസ്ഥാൻ മിലിറ്ററി എത്ര ആളെ കൊന്നു എന്ന് ചോദിക്കുന്നത് കണ്ണുപൊട്ടനാണ്, അന്ധനാണ്. പ്രജ്ഞാമാന്ദ്യത്തിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടായത്. മഹാഭാരതത്തിൽ നമ്മുടെ ആൾക്കാർ എന്തൊക്കെ ചെയ്തു, അവൻ്റെ ആൾക്കാർ എന്തൊക്കെ ചെയ്തു. എന്തായാലും ഇത് വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. അപ്പം നമ്മുടെ ഉള്ളിലും പുറത്തെ ബാറ്റിൽ ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇതേ ചോദ്യമുണ്ട്. അവൻ്റെ ആളുകൾ, ഇവൻ്റെ ആളുകൾ, എൻ്റെ ആളുകൾ, അവൻ്റെ ആളുകൾ എന്ന് പറയുമ്പം എൻ്റേത്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റേത് എന്ന് പറയുന്നത് കുറേ ഉണ്ട്. കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവനാണ് ധൃതരാഷ്ട്രൻ എന്ന് നമ്മൾ 1ാം അധ്യായത്തിൽ പഠിച്ചാൽ. നിങ്ങൾ 1ാം അധ്യായം ഒന്നുകൂടെ ഇപ്പം കേൾക്കുന്നത് നല്ലതാണ്. യുദ്ധമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ. ഈ പാകിസ്ഥാനിൽ തന്നെ ഉദാഹരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും വേറെ ഏതെങ്കിലുമൊക്കെ ടീം ലോകത്തെ ഏത് രാജ്യത്തോട് തോറ്റാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പാകിസ്ഥാനോട് തോൽക്കരുത്. ശരിക്കും നമ്മൾ ശരിയായ സ്പോർട്സ് സ്പിരിറ്റ് ഉള്ളവരാണോ? അല്ല, വ്യാജമാണ്. നമ്മുടെ പാട്രിയോട്ടിസം രാജ്യസ്നേഹം വ്യാജമാണ്, സ്പോർട്സ് സ്പിരിറ്റ് വ്യാജമാണ്, എല്ലാം വ്യാജമാണ്. ഏതിൻ്റെ വെളിച്ചത്തിൽ? ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ. തട്ടിപ്പ്, ഉടായിപ്പ് ആശാന്മാരാണ് നമ്മൾ. കാരണം ഈ അന്ധൻ്റെ പ്രതിനിധികളാണ് ധൃതരാഷ്ട്രൻ. ആ അന്ധനാണ് എൻ്റേത് എന്നെണ്ണ. മാമക പാണ്ഡവ കിം അകുർവത, എന്ത് സംഭവിച്ചു?
അപ്പം ഈ തമസ് കൂടിക്കഴിഞ്ഞാലോ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. വിപരീത ജ്ഞാനം, വിവേകം നഷ്ടപ്പെടൽ, പ്രവർത്തിക്കാത്ത ആലസ്യം, കർത്തവ്യങ്ങളിൽ ജാഗ്രതയില്ലായ്മ, സർവോപരി വിപരീത ജ്ഞാനം. ഇതാണ് ഏതാനി ജായന്തേ, ഇതൊക്കെ ഉണ്ടാകും. തുടർന്ന് പറയുന്നു 14-ാമത്തെ ശ്ലോകത്തിൽ, യഥാ സത്വേ പ്രവൃദ്ധേ തു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതിയിൽ, സംസ്കാരത്തിൽ ഈ രാവിലെ അതെ, രാവിലെ ഉണരുന്നത് ഈശ്വര നാമത്തോടുകൂടി, ഭജനത്തോടുകൂടി, സ്മരണയോടുകൂടി രാവിലെ ഉണരുമ്പോൾ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നജഭൂതസംഗഃ. പ്രാതസ്മരാമി, ഞാനിതാ രാവിലെ തന്നെ സ്മരിക്കുന്നു ഞാൻ ആരാണ് എന്ന്. അങ്ങനെ ഞാൻ ഇന്നതാണ് ഇന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ഹൃദി സംസ്ഫുരത് ആത്മതത്വം, ഹൃദയത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മതത്വമാണ്. അതെന്താണ്? സച്ചിത് സുഖം, സച്ചിദാനന്ദമാണ്. ഞാൻ എന്തല്ല, നജഭൂതസംഗഃ, ഞാൻ ഈ ആകാശം, വായു, അഗ്നി, ജലം അതിൻ്റെയൊക്കെ ചേരുവയായിട്ടുള്ള ഈ മനോബുദ്ധിയാദികളോട് കൂടിയിട്ടുള്ള ശരീരമല്ല. ഇതാണ് രാവിലത്തെ ഒരു സ്മരണ പറയുക. രാത്രി കിടക്കാൻ നേരത്തും ഇതേപോലെ ഒരു എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത്. ഈ സ്മരണയോടുകൂടി നമ്മൾ കിടക്കുന്നു എന്ന് പറയും. എന്തിനാണത്? ഇതാ ഇവിടെ പറയുകയാണ്, നമ്മൾ ശരിക്കും രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളെ അതിനൊരു സമാധാനം കൊടുക്കേണ്ടതുണ്ട്. സമാധാനിപ്പിച്ചിട്ടേ അതിനെ വിടാവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭയങ്കര ദേഷ്യത്തോടും ഈ പറഞ്ഞ പോലെ പക അല്ലെങ്കിൽ സങ്കടം അങ്ങനെയുള്ള ഒരു അതിലല്ല നമ്മൾ കിടന്നുറങ്ങേണ്ടത്. അപ്പം സാത്വികമായ ഭാവത്തോടു കൂടി കിടന്നുറങ്ങണം എന്ന് പറയും. എന്തിനാണ് അങ്ങനെ സാത്വികമായ ഭാവത്തോടു കൂടി ഉറങ്ങാൻ പറയുന്നത്? ഈ സാത്വികമായ ഭാവത്തോടു കൂടി ഉറങ്ങിയിട്ട് ആ രാത്രി ഉറക്കത്തിലാണ് തട്ടിപ്പോണതെങ്കിലോ അതിനെക്കുറിച്ച് പറയാം. മരണസമയത്ത്, മരണവേളയിൽ നമ്മൾ ഏത് ഗുണത്തെ ആണ് സ്വീകരിച്ചിരിക്കുന്നത്? നമ്മൾ നിങ്ങളോട് ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, വാടക വീട് ഒഴിഞ്ഞു എന്നുള്ളത്. ഒരാൾ നമുക്ക് അയച്ചു തന്നിരിക്കുക, അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സന്തോഷം. വാടക വീട് ഒഴിഞ്ഞു, ഞാൻ വാതിൽ താഴിട്ടു, താക്കോലേൽപ്പിച്ചു, വേദനയോടെ പടിയിറങ്ങി. അപ്പം ഇങ്ങനെ നമുക്ക് ഈ വാടക വീടായിട്ടുള്ള ഈ ശരീരം അങ്ങനെ എന്താ പറയുക, വാതിലൊക്കെ പൂട്ടി, ജനാലയൊക്കെ പൂട്ടി, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉൾവലിക്കലാണ് ഈ ജനാലകളൊക്കെ പൂട്ടൽ. ഇന്ദ്രിയഗ്രാമം സംനിയമ്യ. സന്തോഷമായിട്ട് നമുക്ക് നിന്ന് പടിയിറങ്ങാൻ പറ്റണം. താക്കോലൊന്നും ആരെയും ഏൽപ്പിക്കാനൊന്നുമില്ല, സന്തോഷമായിട്ട്. അപ്പം ആ നിദ്ര എപ്പോഴും സന്തോഷമായിട്ട് ആയിരിക്കണം, അല്ലാതെ എന്ന് പറഞ്ഞിട്ട് കിടന്ന് മോങ്ങിയിട്ടായിരിക്കരുത്. അങ്ങനെ മരണം വരിക്കുമ്പോൾ സത്വഗുണം ഇന്ദ്രിയദ്വാരങ്ങളിലെല്ലാം സത്വഗുണം നിലകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാൾ മരണപ്പെടുന്നുവെങ്കിൽ എന്താണ് അയാളുടെ അവസ്ഥ എന്ന് പറയാം. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃത്.
തഥാ ഉത്തമവിധാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ദേഹഭൃത് ദേഹത്തെ ധരിച്ചിരിക്കുന്ന അവൻ യഥാ സത്വേ പ്രവൃദ്ധേതു, എപ്പോഴാണോ സത്വഗുണം വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത്, ഈ സത്വഗുണം വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ പെരുമാറ്റം, ഇവൻ്റെ എടുക്കൽ കൊടുക്കൽ നടക്കൽ ഇത്യാദികളൊക്കെ വരുന്നുണ്ട്, വിസ്തരിക്കുന്നുണ്ട്. അവൻ്റെ ഭക്ഷണത്തിൻ്റെ താല്പര്യം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ സത്വഗുണം പ്രവൃദ്ധമായി ഇരിക്കുന്ന സമയത്ത് പ്രളയം യാതി, ആ പ്രകർഷേണയുള്ള ലയം, അല്ലാതെ വെള്ളപ്പൊക്കവും സുനാമിയും വന്ന് പോകുന്നു എന്നുള്ളതല്ല, അവൻ നന്നായിട്ട് ലയിക്കുന്നത്, പ്രകർഷേണയുള്ള ലയം സംഭവിക്കുന്നത്. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, മഹാപ്രളയം, അങ്ങനെ പല പ്രളയങ്ങളുണ്ട്. ദിവസവും നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ, അതൊരു പ്രളയമാണ്. എണീക്കാത്ത ഉറക്കമുണ്ട്, അതാണ് ആത്യന്തിക പ്രളയം. അപ്പോൾ പ്രളയം യാതി, ജീവൻ ശരീരം വിട്ടുപോകുന്നത്. തഥാ, അപ്പോൾ ഉത്തമവിധാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള, ഉത്തമവിധാം അമലാൻ ലോകാൻ പ്രപദ്യതേ, ഉത്തമങ്ങളായ എന്ന് പറഞ്ഞാൽ നല്ല അനുകൂലമായ സാഹചര്യം, സന്ദർഭം. അമലാൻ, മലരഹിതമായ നിർമ്മലമായ ലോകാൻ, അനുഭവമണ്ഡലങ്ങളെ, ലോകങ്ങളെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ലോകങ്ങളെ പ്രാപിക്കും. അപ്പോൾ ഈ പുനർജന്മത്തെ സ്വീകരിക്കുകയാണ് എങ്കിൽ ഇതതിനെ ഒരു ഗീത പുനർജന്മത്തിന് അംഗീകാരം നൽകുന്ന ഗ്രന്ഥമാണ്. പുനരഭിജനനം, മരിച്ചവന് ജനനം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. അത് ഗീതയാണ് പറയുന്നത്. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ്, ഇതിൽ നീ ദുഃഖിക്കേണ്ട അവകാശമില്ല എന്ന് പറയുന്നു. അപ്പം ഇവിടെ എന്തിനാ ഈ മരണസമയത്തൊക്കെ ഇത്തരം ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പാരായണം പറയുന്നത്? അവരുടെ മനസ്സ് ശാന്തമാകും. അത് മനസ്സ് ശാന്തമാകണമെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ആരെങ്കിലുമൊക്കെ പാരായണം ചെയ്യുമ്പോൾ എന്താണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നേരത്തെ കാലത്ത് പഠിക്കണ്ടേ? നിങ്ങളോട് നമ്മൾ പുസ്തകമൊക്കെ ഡിസ്കൗണ്ടിൽ തരുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇത് വല്ലതും കൊണ്ടുപോയി വായിച്ച് മനസ്സിലാക്കി വയ്ക്കാനാണ്. എന്തായാലും ഇത് ഒരു സമയത്ത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഭഗവത്പാദർ പറയുന്നത്, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, സന്നിഹിതമാകുന്ന കാലം സംപ്രാപ്തമാകും. എന്താണ് ഈ സന്നിഹിതമാകുന്ന കാലം? മരണം. അത് വരുന്ന സമയത്ത് നഹി നഹി രക്ഷതി, നിന്നെ രക്ഷിക്കാൻ ഈ പറഞ്ഞതിനൊന്നും, അതൊന്നും പര്യാപ്തങ്ങളല്ല. അപ്പം ഈ പാട്ട് ഓർത്താൽ മതി, വാടക വീട് ഒഴിഞ്ഞു. ഇതൊരു വാടക വീടാണ്. ഇത്ര കാലം ഞാൻ സുഖമായിട്ട് താമസിച്ചു, ഒരു വാടകയും കൊടുത്തിട്ടില്ല. ഇലക്ട്രിസിറ്റി ഫ്രീ, വാട്ടർ ഫ്രീ, എല്ലാം ഫ്രീ, ഗ്യാസ് ഫ്രീ, ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു, ഷുഗർ ഫ്രീ. അല്ലേ? നമ്മുടെ വീട്, നമ്മളെ ശരീരത്തെ ഒരു വീടായിട്ട് സങ്കല്പിച്ച ഇപ്പം എല്ലാ മുറികളൊക്കെ ജനാലകളൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഇതിനാണ് ആപ്യായന്തു മമ അംഗാനി വാക്പ്രാണശ്ചക്ഷുശ്രോത്രമതോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു തഥാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഹ തേമയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തി മന്ത്രമാണ് ഉപനിഷത്ത്, ശാന്തി മന്ത്രം.
ആപ്യായന്തു മമ അംഗാനി, എൻ്റെ അംഗങ്ങളൊക്കെ പുഷ്ടിപ്പെടട്ടെ. ഏത്? വാക്ക്, പ്രാണൻ, ചക്ഷു, ശ്രോത്രം, ഇതെല്ലാം. സർവം ഔപനിഷദം ബ്രഹ്മ, ഇതെല്ലാം ഉപനിഷത്തിൽ പ്രതിപാദിച്ച ബ്രഹ്മം തന്നെയാണ്. ഒരു ദിവസം അത് വിട്ടുപോകും. ഈശാവാസ്യത്തിൽ സുന്ദരമായ മറ്റൊരു മന്ത്രമുണ്ട്. അഗ്നേ നയ സുപധാരായേ അസ്മാൻ വിശ്വാനി വയുനാനി വിദ്വാൻ യുയോദ്യസ്മ ചുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. ഇത് ഗംഭീരാന്ന് പറയും. മരിക്കുന്നതിന് മുമ്പേ അഗ്നിക്കൊരു നമസ്കാരം കൊടുക്കുക. അഗ്നേ നയിച്ചാലും സുപഥാരായേ അസ്മാൻ, ഞങ്ങളെ അങ്ങയുടെ ആ മാർഗത്തിൽ, ഏത്? കത്തിജ്വലിക്കുന്ന മാർഗത്തിലേക്ക്, അതിലേക്ക്. അഗ്നേ നയ സുപധാരായേ അസ്മാൻ വിശ്വാനി വയുനാനി വിദ്വന്, ഈ വിശ്വത്തിലെ സകലതും അറിയുന്ന ആളാണ്. എല്ലാറ്റിനും അങ്ങ് സാക്ഷിയാണ്. ആ ഒരു ക്യാമറയോ മൂപ്പരുടെ ക്യാമറയിൽ പെടാത്ത ഒരു കാര്യമില്ല. വിശ്വസാക്ഷിയാണ്. അതുകൊണ്ടാണ് ജാതവേദന് അഗ്നിക്ക് പേര് വരുന്നത്. ജാതമായതെല്ലാം വേദമാണ്. അവന് എന്തൊക്കെ ഈ ദുനിയാവിൽ നടന്നിട്ടുണ്ടോ മൂപ്പരുടെ ഡാറ്റയിലുണ്ട്. അഗ്നിതത്വത്തിൻ്റെ അഭാവത്തിൽ ഒരു സൃഷ്ടിയും നടക്കില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പം അങ്ങ് എല്ലാം അറിയുന്ന ആളാണ്. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ അങ്ങയെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ടൊക്കെ അഗ്നേ നയിച്ചാൽ സുപധാരായ അസ്മാൻ, അങ്ങയുടെ ആ തേജസ്സുറ്റ മാർഗത്തിലൂടെ. വിശ്വാനി വയുനാനി വിദ്വാൻ യുയോദ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമോക്തി വിധേന. എന്തെങ്കിലുമൊക്കെ ഏടാകൂടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇതാ അങ്ങേക്ക് എൻ്റെ നമസ്കാരം, അഡ്വാൻസ് നമസ്കാരം. ഈ ചിതയ്ക്ക് മക്കളോ ആരെങ്കിലുമൊക്കെ തീ വയ്ക്കുമ്പോൾ അപ്പം നമസ്കാരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ചിതയ്ക്ക് ഇപ്പോഴേ നമസ്കാരം കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാം നല്ല സന്തോഷമായിട്ട്. പിന്നെ ആ മരണഭയമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഇതിപ്പോൾ പേടിക്കുന്നത്? ഒരു യാഥാർത്ഥ്യത്തിനെ എന്തിനാണ് പേടിക്കുന്നത്? എന്തായാലും ഒരു ദിവസം വേണം അത്. എപ്പോൾ എവിടെ എങ്ങനെ അത് മൂപ്പര് തീരുമാനിക്കും, നമ്മളല്ല തീരുമാനിക്കുക. ആ ജ്യോത്സ്യനൊന്നും അല്ല അത് തീരുമാനിക്കുന്നത്. അപ്പം അമലാൻ ലോകാൻ പ്രപദ്യതേ, അങ്ങനെയുള്ള ലോകങ്ങളിൽ പ്രാപിക്കും. ഭയപ്പാടോടുകൂടിയൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിലോ, ഒരുപാട് തൃഷ്ണ ആഗ്രഹങ്ങളോടുകൂടിയൊക്കെയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ എന്താ പറയുക, ഇതൊക്കെ കേൾക്കാൻ മരണസമയത്ത് സഹസ്രനാമം ജപിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് ഇവരിങ്ങനെ സഹസ്രനാമം ഇങ്ങനെ ഈ കാസറ്റ് ഇട്ട പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. മൂപ്പര് പോകണ്ടേ? ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന MTയുടെ ഒരു ഗംഭീര സിനിമയുണ്ടല്ലോ. ബാലങ്കൻ നായരുടെ മരണത്തിന് വേണ്ടി ഇങ്ങനെ അവധിയെടുത്ത് വരുന്ന അങ്ങനെ കുറേ സിനിമകളുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ലാവ് വെട്ടാൻ ഏർപ്പാടാക്കുന്നത്. മൂപ്പര് പോകണില്ല. അവസാനം ഓരോരുത്തർക്ക് മതിയായിട്ട് അവർ തിരിച്ച് ജോലിക്ക് പോണ. അപ്പം എന്തായാലും വരും. നമ്മളെപ്പോഴും റെഡിയായിരിക്കണം. അപ്പോൾ എന്താണ് ഈ റെഡിയാവുക എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ദ്രിയ ദ്വാരങ്ങളെല്ലാം സത്വഗുണം കൊണ്ട് നിറഞ്ഞ് റെഡിയായിട്ട് ഇരിക്കണം. അതാണ് റെഡിയാവുക. അതെപ്പോഴും റെഡിയായിരിക്കണം. മൂപ്പരെപ്പോൾ വേണമെങ്കിൽ വന്ന് ബെല്ലടിക്കാം. ചിലപ്പം ബെല്ലടി ഉണ്ടാവില്ല. ഹൗസ് ഓണർ വന്ന് ബലമായിട്ട് പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പിടിച്ച് ചിലരെയൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് പിടിച്ച് പുറത്താക്കുന്ന പോലത്തെ മരണങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ പുരാണത്തിൽ തന്നെ ഉണ്ട്. ഇതിനാണ് യമൻ്റെ പാർഷദന്മാർ കയറുമായിട്ട് വന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്ന നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ട്. സത്യവാനെ വിട്ടുകൊടുക്കാത്ത സാവിത്രി കൊണ്ടുപോകാൻ വന്ന് വളരെ പ്രസിദ്ധമാണ്. ഭയങ്കര രസമാണത്.
മൃത്യുവിൻ്റെ അടുത്തേക്ക് പോയ നചികേതസ്. ഈ മൃത്യുവുമായിട്ടുള്ള ഈ ഇടപാടുകളൊക്കെ ഭയങ്കര സംഭവമാണ്. ഇപ്പം ശ്രീമദ് ഭാഗവതം തന്നെ രണ്ട് വിധത്തിൽ കഥ പറയുന്നുണ്ട്. പരീക്ഷിത്തിൻ്റെ കഥ. ഒന്ന് ഭീരുവായ ഭയപ്പാടുള്ള പരീക്ഷിത്ത്, ഒറ്റക്കാൽ മണ്ഡപത്തിൽ പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്ത്, പാമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പണി ചെയ്ത് മൂപ്പര് മണ്ഡപത്തിൽ കയറി ഒളിച്ച് കഴിയുന്ന ഒരു പരീക്ഷിത്ത് ദേവി ഭാഗവതത്തിൽ നമ്മൾ കാണും. എന്നാൽ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ രണ്ടും എഴുതിയത് വ്യാസരാണ്. ഇവിടെ പരീക്ഷിത്ത് എന്താ പറയുക, ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഒരു നല്ല ശ്രോതാവായിട്ട് ഗംഗാതീരത്ത് പ്രായോപവേശം, വെറും ജലം മാത്രം കുടിച്ച് അതിനെതിരെ ഒരു പ്രവൃത്തിക്കും പോകാതെ, പാമ്പിനെ തല്ലിക്കൊല്ലാനൊന്നും പോകാതെ, അതൊക്കെ കൊച്ചുമക്കൾ ചെയ്യുന്ന പണിയാണ്, ജനമേജയം ചെയ്യുന്നതാണ്. നമ്മളും ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്ത് ഗംഭീര സംഭവങ്ങളാട്ടോ നമ്മുടെ കൃതികളൊക്കെ. ഈ വർത്തമാനകാലത്തിലെ നമ്മുടെ ലോകത്തിൻ്റെ ഓരോ ചെയ്തികളും നമ്മുടെ ചെയ്തികളും എല്ലാം അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ കുടുംബ പുരാണവും അതും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ തമിഴ്നാട്ടിലോ അവിടെ എവിടെയൊക്കെ പോയിട്ട് നാഡീ ജ്യോതിഷമെന്നോ ഓല എടുക്കലോ ഇതിനൊക്കെ പോകും. എന്തിനാണ് നിങ്ങൾ ഈ കണ്ട ഓലയൊക്കെ എടുക്കാൻ പോണ്? എടുത്തു വയ്ക്കൂ. മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ തുറക്കൂ. നിങ്ങളുടെ ഓല അതിലുണ്ട്. നമ്മുടെയൊക്കെ ഓല അതിലിരിക്കുക. ഓരോ പേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓലയാണ്. ഈ ഗീതയെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രയുണ്ട്. നമ്മുടെ ഹോറോസ്കോപ്പ് എഴുതി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ യുദ്ധം ഇവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം എങ്ങനെ എത്രമാത്രം നമ്മൾ എന്താ ഭയപ്പാടും ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, സത്വഗുണത്തെ മുൻനിർത്തി വെച്ച് മൃത്യുവിലേക്ക് പോയാൽ, അങ്ങനെ നീ കയറിട്ട് തൂങ്ങണമെന്നൊന്നുമല്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ചിന്മയ വിദ്യാലയത്തിൻ്റെ മോട്ടോ ഉണ്ട്, കീപ് സ്മൈലിംഗ് എന്നാണ്. സന്തോഷമായിട്ട് ചിരിക്കാൻ നമുക്ക് പറ്റണം. ഭഗവാൻ തുടർന്ന് പറയും, രജോ ഗുണം നിൽക്കുന്ന സമയത്ത് ജീവൻ വെടിഞ്ഞാൽ തമോ ഗുണം നിൽക്കുന്ന സമയത്ത് ജീവൻ വെടിയുമ്പം നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.